ഒരു വിഭവ ഭൂപടം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള QGIS പ്രോജക്റ്റ് എന്ന ഫോൾഡറിൽ ലോക്കൽ മാപ്പ് .qgs എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ QGIS ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് ചുവടെ നൽകിയ പ്രവർത്തനങ്ങൾ ചെയ്യുക. ഭൂപടത്തിലെ ഹൗസ് എന്ന പാളിയുടെ ആട്രിബ്യൂട്ട് ടേബിൾ തുറന്ന് വീടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യുക. സൂചന: സ്ക്രീൻഷോട്ട് എടുക്കുന്നതിനായി പ്രിന്റ് സ്ക്രീൻ കീ ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ലോക്കൽ മാപ്പ് .qgs എന്ന ഫയൽ തുറക്കേണ്ടതുണ്ട്. ഹോം തുറക്കുന്നു, എക്സാം ഡോക്യുമെന്റ്സ് തുറക്കുന്നു, QGIS പ്രോജക്റ്റിനുള്ളിലെ ലോക്കൽ മാപ്പ് QGS എന്ന ഫയൽ തുറക്കുന്നു. ഇത് ക്ലോസ് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് ഭൂപടത്തിലെ ഹൗസ് എന്ന പാളിയുടെ ആട്രിബ്യൂട്ട് ടേബിൾ തുറന്ന് വീടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കുക എന്നതാണ്. ഹൗസ് എന്ന പാളി ഇതാണ്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഓപ്പൺ ആട്രിബ്യൂട്ട് ടേബിൾ എന്നിവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇത് നമുക്ക് വേണ്ട രീതിയിൽ ക്രമീകരിച്ച് വെക്കാം. ഓരോ കോളങ്ങൾക്കും നമുക്ക് ഇതുപോലെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. എല്ലാ വിവരങ്ങളും കാണുന്ന രീതിയിൽ ഇത് അറേഞ്ച് ചെയ്ത് വെക്കുക. ആട്രിബ്യൂട്ട് ടേബിൾ പ്രദർശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാം 10ൽ സേവ് ചെയ്യണം. സ്ക്രീൻഷോട്ട് എടുക്കാൻ പ്രിന്റ് സ്ക്രീൻ കീ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രിന്റ് സ്ക്രീൻ കീയിൽ അമർത്തുന്നു. അത് കോപ്പി ചെയ്യാനായി പിക്ചേഴ്സ് ഫോൾഡറിലേക്ക് പോകാം. ഹോമിലെ പിക്ചേഴ്സ് സ്ക്രീൻഷോട്ട് ഇവിടെയുണ്ട്. അത് കോപ്പി ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഹോമിലെ എക്സാം 10ലേക്ക് പേസ്റ്റ് ചെയ്യണം. എക്സാം 10ൽ പേസ്റ്റ് ചെയ്യുന്നു. റീനെയിം ചെയ്യണം. അതിൻ്റെ റൈറ്റ് ക്ലിക്ക് റീനെയിം എന്നത് സെലക്ട് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ ചോദ്യം നമ്പർ എന്ന രീതിയിൽ റീനെയിം ചെയ്യുന്നു. ഇനി റീനെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് ചെയ്യപ്പെട്ട ഫയൽ നമുക്കൊന്ന് തുറന്നു നോക്കാം. ചോദ്യം ചെയ്തു കഴിഞ്ഞു.